In this topic, we are going to discuss about the expectation value. അതായത് interpretation of wave functionൻ്റെ ഒരു ടോപ്പിക്കാണ് expectation value. We were saying about probability density and probability current density. Psi of RT the whole square, modulus of psi of RT the whole squareനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. psi of RTക്ക് അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല. psi of RTക്ക് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. പക്ഷേ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആർക്കാണുള്ളത്? psi of RT the whole square എന്ന് പറയുമ്പോൾ, മോഡുലസ് ഓഫ് psi of RT the whole square എന്ന് പറയുമ്പോൾ we know that the presence of particle or index അല്ലേ. psi of RT എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ഈ ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എന്തായിരുന്നാലും പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ റീജിയൻ ഈസ് മാക്സിമം അല്ലേ. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫൈൻഡിങ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് നമ്മൾ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി അല്ലേ, പി ഓഫ് ആർ ടി എന്ന് പറയുന്നത്. Now we are going to tell about the expectation value. എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ? അപ്പോൾ ഈ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ വി നോ ദ ഡെഫിനിഷൻ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ. എന്തിൻ്റെയാണ്? വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് position vector of a particle. We are going to calculate the expectation value of position vector of a particle. അതിനു വേണ്ടി ഈ പൊസിഷൻ വെക്ടറിൻ്റെ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ശരി, വി ആർ അസ്യൂമിങ് ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് ഹാവിങ് എ വേവ് ഫംഗ്ഷൻ psi ഓഫ് ആർ ടി. അതിൽ ആ പാർട്ടിക്കിളിന് ഒരു വേവ് ഫംഗ്ഷൻ psi ഓഫ് ആർ ടി ഉണ്ട്. അപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സിന് മുമ്പേയും വി ഹാവ് ടു എൻഷുവർ ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് ഹാവിങ് ദ വേവ് ഫംഗ്ഷൻ psi ഓഫ് ആർ ടി, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്? psi ഓഫ് ആർ ടി. ആ psi ഓഫ് ആർ ടി സ്റ്റേറ്റിൽ വി ആർ ഗോയിങ് ടു കൺസിഡർ എ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ഓഫ് പൊസിഷൻ വാല്യൂ, പൊസിഷൻ വെക്ടർ ആർ. വി ആർ ഗോയിങ് ടു കൺസിഡർ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ഓഫ് പൊസിഷൻ വെക്ടർ. മനസ്സിലായോ? ആൻഡ് ഒരു കാര്യമാണ് പർട്ടിക്കുലർലി വി ഹാവ് ടു എൻഷുവർ ദ സെയിം വേവ് ഫംഗ്ഷൻ psi ഓഫ് ആർ ടി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആവറേജ്, ഈ ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ ആവറേജിനെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. ആവറേജ് ഓഫ് ഓൾ ദീസ് ഡിഫറെൻറ്റ് വാല്യൂസ് ദാറ്റ് വി കോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആർ. ഓക്കെ, നമുക്കറിയാമല്ലോ psi ഓഫ് ആർ ടി ദ ഹോൾ സ്ക്വയർ, മോഡുലസ് ഓഫ് psi ഓഫ് ആർ ടി ദ ഹോൾ സ്ക്വയർ ആണ് ഗിവിങ് യു ദ പ്രോബബിലിറ്റി വിത്ത് വിച്ച് വാല്യൂ ഒക്കേഴ്സ് ഇൻ ദ മെഷർമെൻറ്റ് അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് expectation value r is defined as r is equal to integral r into psi star psi d2. കാര്യം the probability with which psi of rt the whole square എന്ന് പറയുന്നത് എന്താണ്? the probability with which the value r can occur in the measurement. അതുകൊണ്ടാണ് r into psi star psi d2. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, psi star r is sandwiched between psi star and psi. ആർ എന്ന് പറയുന്നത് സൈ സ്റ്റാറിൻ്റെയും സൈയുടെയും ഇടയ്ക്ക് സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഡെഫിനിഷനിൽ പറയുന്നത് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നോർമലൈസ്ഡ് ആണ് അല്ലേ. വേവ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ് വൺ. സോ ഈ ആറ് സാൻഡ്വിച്ച് ചെയ്യണത് എന്തിനാണെന്നുള്ളത് ഇപ്പം നമ്മൾ താഴോട്ട് പറയുമ്പോൾ വി ക്യാൻ സേ. Now we are assuming that we are going to consider a function of r. ഫംഗ്ഷൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ആർ അല്ലേ. അപ്പോൾ ആ എഫ് ഓഫ് ആറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഇങ്ങനെ രണ്ട് സിമ്പൽ ഇടണം അല്ലേ. രണ്ട് ബ്രാക്കറ്റിനകത്ത് നമുക്ക് കാണാനുള്ള വാല്യൂവിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എഴുതിയിട്ട് സൈ സ്റ്റാർ ഏത് ഫംഗ്ഷനാണോ ഉള്ളത്, സൈ സ്റ്റാർ ഇൻ ടേംസ് ഓഫ് സ്പേസ് ആൻഡ് കോർഡിനേറ്റ്, എഫ് ഓഫ് ആർ ഇൻറ്റു സൈ ഇൻ ടേംസ് ഓഫ് ഇൻറ്റു 3 dimension. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ. നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി സൈ. ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. എന്താണ്? വി ആർ ഹാവിങ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ എം ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി ഓഫ് സൈ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷന് നമുക്ക് സൈ സ്റ്റാർ കൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വിൽ ഇൻറ്റഗ്രേറ്റ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം നമ്മൾ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ ബൈ സൈ സ്റ്റാർ ആൻഡ് വി ആർ ഗോയിങ് ടു ഇൻറ്റഗ്രേറ്റ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതല്ലേ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണോ? നമ്മൾ വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ സൈ സ്റ്റാർ ഇൻ ദ ലെഫ്റ്റ് and we are going to integrate from minus infinity to
പ്ലസ് ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി നമ്മൾ ആ ഇക്വേഷന് സൈ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഡീറ്റോ പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ വി സൈ ഡോ ടി ഒ. അപ്പം നമ്മൾ ആദ്യം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി, ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ലെഫ്റ്റിൽ സൈ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? നൗ വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് ഇറ്റ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ തന്നല്ലോ. നമ്മളപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത്? ഓക്കെ. നൗ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈ സ്റ്റാർ സൈ ഡീറ്റോ എന്നാണ് നമ്മൾ എഴുതിയത് അല്ലേ? സോറി, ഡീറ്റോ ഇസ് ദ സൈ സ്റ്റാർ സൈ ഡീറ്റോ. അതായത് ഇത്രയാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ. അപ്പം സൈ സ്റ്റാർ സൈ ഡീറ്റോ, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇൻ ബിറ്റ്വീൻ ദി സൈ സ്റ്റാർ ആൻഡ് സൈ ഹൂ കംസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു ഫംഗ്ഷൻ എക്സ്പെക്റ്റേഷൻ എഴുതണമെങ്കിൽ സൈ സ്റ്റാർ ആ ഫംഗ്ഷനും സൈ ഡീറ്റോയും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി, അതിൻ്റെ ഇപ്പുറത്തും അല്ലേ സൈ സ്റ്റാർ സൈ ഡീറ്റോ ഈസ് ഈക്വൽ ടു, ഇവിടെ ബിറ്റ്വീൻ സൈ സ്റ്റാർ ആൻഡ് സൈ ഹൂ കംസ്, ബിറ്റ്വീൻ സൈ സ്റ്റാർ ആൻഡ് സൈ ആരാണ് വരുന്നത്? ഈ സൈ സ്റ്റാറിൻ്റെയും സൈയുടെ ഇടയ്ക്ക് വരുന്ന ആരാണ്? മൈനസ് എച്ച് ക്രോസ് ബൈ 2m ഡെൽ സ്ക്വയർ ആണ് അല്ലേ? അതുപോലെ തന്നെ ഈ സൈ സ്റ്റാറിൻ്റെയും സൈയുടെ ഇടയ്ക്ക് വരുന്ന ആരാണ്? വി ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്ന് എഴുതുന്നത് അല്ലേ? സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഓക്കെ. അപ്പം നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സൈ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. സോ എനിത്തിങ് എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് വിച്ച് എവർ ഫംഗ്ഷൻ വി വോണ്ട് ടു ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ വി പുട്ട് ഇറ്റ് ഇൻ ബിറ്റ്വീൻ സൈ സ്റ്റാർ ആൻഡ് സൈ. ഇനി നമ്മൾ നോക്കുമ്പം ആർ എച്ച് എസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേം ഈസ് ഇറ്റ് ഫെമിലിയർ ടു എസ്? നമുക്കറിയാം മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എച്ച് ക്രോസ് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ആണ് അല്ലേ? ഡോ ബൈ ഡോ എക്സ് ആണ്. ഇതിനെ ഞാനൊന്ന് സ്ക്വയർ ചെയ്താലോ? ഐ തിങ്ക് ഇൻ സം വീഡിയോ ഐ ഹാവ് ടോൾഡ് ഓൾറെഡി, എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇത് മൊമെൻറ്റം ഓപ്പറേറ്ററാണ്. എച്ച് ക്രോസ് ബൈ ഐ ഡി ബൈ ഡി എക്സ്. അപ്പം എച്ച് ക്രോസ് സ്ക്വയർ ഇസ് ബൈ ഐ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. അതായത് ഐ സ്ക്വയർ -1 അല്ലേ? അപ്പം മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ അത് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ ഡി ഇസഡ് സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൽ സ്ക്വയർ എന്ന് പറയും അല്ലേ? അപ്പം നമ്മൾ ഇതിനെ ഒരു 2m വച്ച് മൾട്ടിപ്ലൈ ചെയ്താലോ? അതായത് പി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ, അതിനെയാണ് നമ്മൾ ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും നമുക്കൊരു 2 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താലോ? പി സ്ക്വയർ ബൈ 2mനെയാണ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയണത്. അപ്പം ഇതെന്ന് പറയുന്നത് എനർജിയുടെ ഓപ്പറേറ്ററാണ് അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു ഓക്കെ. So this is the quantum analog. എന്താണ്? This is the quantum analog of classical energy expression, that is E is equal to total energy is equal to kinetic energy plus potential energy. Total energy E, അതിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വെച്ച് പറഞ്ഞത്. Total energy is the sum of കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അത് തന്നെയാണ് ക്ലാസിക്കൽ എനർജി എക്സ്പ്രഷൻ. അതിൻ്റെ ഒരു ക്വാണ്ടം അനലോഗാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ദാറ്റ് ഈസ് സാൻഡ്വിച്ചിങ് എൻ ഓപ്പറേറ്റർ ബിറ്റ്വീൻ സൈ സ്റ്റാർ ആൻഡ് സൈ. ഒരു ഓപ്പറേറ്ററിന് ആർ ആണെങ്കിൽ ആർ, എഫ് ഓഫ് ആർ ആണെങ്കിൽ എഫ് ഓഫ് ആർ, അല്ല നമ്മൾ എനർജി ഓപ്പറേറ്റർ, മൊമെൻറ്റം ഓപ്പറേറ്റർ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് ചെയ്യും. നമ്മൾ കണ്ടു മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ സ്ക്വയർ ചെയ്ത് രണ്ട് സൈഡിലും ഡിവൈഡഡ് ബൈ 2m ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത് അല്ലേ? അപ്പം ഒരു സൈ സ്റ്റാറിൻ്റെയും സൈയുടെയും ഇടയ്ക്ക് ഇഫ് യു ആർ ഗോയിങ് ടു സാൻഡ്വിച്ച് ആൻ ഓപ്പറേറ്റർ വിച്ച് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് അവർ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, എന്നിട്ട് നമ്മൾ എന്ത് എഴുതി? അതിൻ്റെ ആവറേജ് മോഷൻ ഓഫ് വേവ് പാക്കറ്റ് നമ്മൾ എടുത്തു അല്ലേ? അതെന്ന് പറയുന്നത് ക്ലാസിക്കൽ മോഷനിലും സെയിം ആണ്.
ആൻഡ് അപ്പം ഈ എക്സ്പ്രഷൻ ഇതിൽ നിന്നാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ അപ്പം കണ്ടുപിടിക്കണം. നൗ വി ക്യാൻ സേ ഏതൊരു ഡൈനാമിക്കൽ വേരിയബിളിലാണെങ്കിലും അസ്യൂം ദാറ്റ് എനി ജനറലൈസേഷൻ പറയാൻ ഏതൊരു വാല്യൂവിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണണം എന്ത് ചെയ്യണം? സൈ സ്റ്റാറിൻ്റെയും സൈയുടെ ഇടയ്ക്ക് ആ ഫംഗ്ഷനെ അങ്ങ് ഇടുക. എന്നിട്ട് വി ആർ ഗോയിങ് ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ് ഓവർ ദ വോളിയം. ആൻഡ് ദ ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ലെങ്കിൽ if it is not normalized, what we have to do? ഈ ഫംഗ്ഷന് നമ്മൾ ഡിവൈഡഡ് ബൈ സൈ സ്റ്റാർ സൈ d2. ഓക്കെ, കാര്യം സിൻസ് സ്പേസ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഔട്ട്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം only. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം only. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷനിൽ പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻസിൽ പറയുന്നത്? നമ്മൾ പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി പറഞ്ഞു അല്ലേ, മോഡുലസ് ഓഫ് സൈ ആർ ടി ദ ഹോൾ സ്ക്വയർ d2 ഈസ് ഈക്വൽ ടു 1 പറഞ്ഞു. നൗ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി പറഞ്ഞു വിത്ത് ടൈം. അത് നമ്മൾ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി പി ഓഫ് ആർ ടി എന്ന് ഡിനോട്ട് ചെയ്യും. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞു. ആൻഡ് നമ്മൾ പറഞ്ഞു IH×2m ബ്രാക്കറ്റിനകത്ത് സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ, അത് നമ്മൾ പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് തേർഡ് ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഇത് എക്സ്പെക്റ്റേഷൻ വാല്യൂ. അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്റ്റേറ്റിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ, അതായത് സൈ ഓഫ് ആർ ടി എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനുള്ള ഒരു പാർട്ടിക്കിൾ, ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എല്ലാ പാർട്ടിക്കിളും വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് ദ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് ആർ ടി, ഒരു വേവ് പാക്കറ്റ് ആയതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആറിൻ്റെ ആവറേജ് വാല്യൂസ് എല്ലാം കൂടെ എടുക്കുന്നതാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എന്നിട്ട് അതിനെ ക്ലാസിക്കൽ അനലോഗിന് വേണ്ടി നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ലെഫ്റ്റ് സൈഡിലെ സൈ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓർ വി ക്യാൻ സേ സാൻഡ്വിച്ചിങ് ആൻ ഓപ്പറേറ്റർ ഓർ എ ഫംഗ്ഷൻ ബിറ്റ്വീൻ സൈ സ്റ്റാർ ആൻഡ് സൈ സ്റ്റാറിൻ്റെയും സൈയുടെയും ഇടയ്ക്ക് വി ആർ ഗോയിങ് ടു സാൻഡ്വിച്ച് ആൻ ഓപ്പറേറ്റർ in between psi star and psi, and we are going to integrate it from -infinity to +infinity over a certain volume. അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. താങ്ക് യു.